യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ നാം നമ്മുടെ ജഡത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു. ഇതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കർത്താവ് യേശുക്രിസ്തു കടന്നുപോയ നിരവധി പരീക്ഷകളെക്കുറിച്ചും അതിൽ യേശു എങ്ങനെ ജയം പ്രാപിച്ചുവെന്നും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷകളുടെയും ഓരോ പ്രയാസങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ആയിരിക്കുമ്പോൾ, അതിനനുസരിച്ച് പ്രതികരിക്കുമ്പോൾ നമുക്ക് വിജയമുണ്ടാകും എന്നുള്ളതായ ചിന്തയാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെപ്പോഴും ഈ ലോകത്തിലാണ്. ഈ ലോകത്തെക്കുറിച്ചുള്ള അനവധി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ വാർത്ത കാണുമ്പോഴും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, അറിയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഈ ലോകം എന്താ ഇങ്ങനെ? കാരണം ദുഷ്ടത വളരെയേറെ പെരുകുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ എവിടെ നോക്കിയാലും അന്ധകാരങ്ങൾ മാത്രമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത കാണുവാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, എന്തിനാണ് ഈ വാർത്തകൾ കാണുന്നത്? കാരണം ഇന്നും നിരാശയുടെ വാർത്തകൾ മാത്രമാണ്, നമ്മെ അലസ്വരപ്പെടുത്തുന്ന വാർത്തകൾ മാത്രമാണ്. നമ്മൾ ഈ അടുത്ത സമയത്ത് അറിയുന്ന പോലെ സാത്താന്യ ആരാധനയെക്കുറിച്ച്, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നതിനെക്കുറിച്ച്, ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നതിനെക്കുറിച്ച്, അങ്ങനെ ധാരാളമായിട്ടുള്ള വാർത്തകൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ ഈ ലോകം എത്രത്തോളം അന്ധകാരത്തിൻ്റെ പിടിയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്തും യേശു അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നതായ ഇങ്ങനെയുള്ള അന്ധകാര പ്രവർത്തികളെക്കുറിച്ച് യേശു സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ദൈവം ലോകത്തിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഒരു വേദഭാഗം നമുക്കത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യം, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. എന്താണ് ഈ ലോകം എന്ന് പറയുന്നത്? ഈ ലോകം എന്ന് പറയുന്നത് കേവലം ഈ ഭൂമി മാത്രമല്ല. ഇതിൽ അധിവസിക്കുന്നതായ മനുഷ്യർ, അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരുക്കിയതായ സംവിധാനങ്ങൾ, ഇതെല്ലാമാണ് ഈ ലോകമെന്ന് പറയുന്നത്. എന്നാൽ സുവിശേഷകനായ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന അപ്പോസ്തലന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായ ഈ യോഹന്നാൻ എഴുതിയതായ സുവിശേഷത്തിൽ ദൈവം ലോകത്തെ എപ്രകാരം സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് കേവലം ഇവിടെ പരാമർശിക്കുന്ന ലോകത്തെക്കുറിച്ച് അല്ല, മറിച്ച് സർവലൗകികമായി അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ട് ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതായ കാര്യമാണ്. അതും ലോകത്തിൻ്റെ പാപത്തെക്കുറിച്ചല്ല യേശു സംസാരിക്കുന്നത്, ലോകത്തിലുള്ള ഓരോ വ്യക്തിയെക്കുറിച്ചുമാണ് യോഹന്നാൻ 3:16 സംസാരിക്കുന്നത്. എന്നാൽ അതേ യോഹന്നാൻ തന്നെ തൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ പ്രധാനമായും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. എന്താണ് ലോകം എന്ന് നമ്മൾ ചുരുക്കവാചകങ്ങളിൽ ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ വരുന്നതായ വലിയൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് എന്ന് പറയുന്നത്, ഞാൻ ലോകത്തെ സ്നേഹിക്കണമോ അതോ ദൈവത്തെ സ്നേഹിക്കണമോ? ദൈവത്തെ സ്നേഹിക്കുവാൻ ഒരുമ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ലോകത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. കാരണം ലോകത്തിൻ്റെ നേച്ചർ അതാണ്. ലോകത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു, ഈ മുഴുവൻ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ പാപം വളരെ ശക്തമായിരിക്കുന്നതായ ഒരവസ്ഥയാണ്. പാപവും അതിൻ്റെ പ്രവർത്തികളും അതിനാൽ നിറയപ്പെടുന്നതായ അന്ധകാരങ്ങൾ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പലപ്പോഴും നമുക്ക് വരുന്നതായ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്, പരീക്ഷ എന്ന് പറയുന്നത്, ഈ ലോകത്തെ സ്നേഹിക്കാനുള്ള പരീക്ഷയാണ്. പലപ്പോഴും നമ്മൾ അത്ഭുതം കൂറാറുണ്ട് ഓരോരോ കാര്യങ്ങളെ കാണുമ്പോൾ.
ഓരോരോ കണ്ടുപിടുത്തങ്ങളെ കാണുമ്പോൾ. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുമ്പോഴും അവൻ്റെ ബുദ്ധിയെക്കുറിച്ച് സ്വയം പ്രകീർത്തിക്കുമ്പോഴും ദൈവമാണ് ഇവയെല്ലാം തന്നെ ഒരുക്കിയെന്നുള്ള കാര്യം പലപ്പോഴും മനുഷ്യർ മറന്നുപോകാറുണ്ട്. ദൈവമാണ് ഇതെല്ലാം ഒരുക്കി വെച്ചത്. ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ഏതൊരു കണ്ടുപിടുത്തമാണെങ്കിലും അവർ ചെയ്യുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവം സൃഷ്ടിച്ചതിനെ മനുഷ്യന് കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറമുള്ള ഒരു എക്സൈറ്റ്മെന്റ് അവിടെ ഇല്ല. പക്ഷെ പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് തൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ അവനെ തന്നെ രസിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നുണ്ടല്ലോ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസ്തുതമാക്കുന്നു എന്ന്. അപ്പോൾ അതിനർത്ഥം ഈ ലോകത്തിലുള്ള സകലതും മനുഷ്യൻ കണ്ടുപിടിക്കുന്നതാകട്ടെ കണ്ടുപിടിക്കാനാകാത്തതാകട്ടെ ഏത് കാര്യമാണെങ്കിലും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. പക്ഷേ മനുഷ്യൻ ദൈവത്തെ മറന്നുകൊണ്ട് അവനെപ്പോഴും അവന്റെ പ്രവൃത്തികളെക്കുറിച്ച് തന്നെ വർണ്ണിച്ചുകൊണ്ട് ലോകത്തിൽ മറ്റുള്ളവരെ, അല്ലെങ്കിൽ ലോകത്തിൽ ദൈവസ്നേഹത്തെങ്കിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നവർ മുഴുവനും ലോകസ്നേഹത്തിലേക്ക് പിടിച്ചിരുത്തി പാപം അനുഭവിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായ ഒരു സന്ദേശം യോഹന്നാനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായിട്ട് പറയുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ ഇന്ന് നാം നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ലോകം എന്താണ്, ലോകത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മളാരാണ്, അല്ലെങ്കിൽ നിങ്ങളാരായിരിക്കണം എന്നുള്ള വ്യക്തമായ ദൈവിക സന്ദേശം ഈ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് അതിന് പ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തെ ത്യജിക്കാത്ത, ലോകത്തെ വെറുക്കാത്ത ഒരു വ്യക്തിക്ക് പോലും സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല, നിത്യത്തിലേക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിന് ആസ്പദമായിട്ടുള്ള, അതിനെ കുറിക്കുന്നതായ ദൈവവചനമാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ ദയവായിട്ട് ഈ വേദഭാഗങ്ങൾ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കാതെ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കോണം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിമിത്തം ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. ദൈവം അനുവദിച്ചാൽ ഈ ഒരു ചിന്തയുടെ തുടർമാനമായ ചിന്തകൾ അടുത്ത ദിവസങ്ങൾ നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ്. എന്തുകൊണ്ട് ഈ ലോകം നമ്മൾ വെറുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.